അല്ലാതെ ഞങ്ങളെ കയ്യിലൊന്നുമില്ല. നീ അവരെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനേ. അവരെ കൂടെ ഞങ്ങൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഏറ്റെടുത്തു, സ്വർഗത്തിൽ നിനക്ക് മാളിക തരാം. ഇസ്മായിൽ ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി പറ്റൂല, എനിക്കത് ഗ്യാരണ്ടി എഴുതിയെങ്കിൽ തരളും. ഉക്തുബിലി ഖത്ത കബിക്കാലിക്ക നിങ്ങളെ കയ്യക്ഷരത്തിൽ എഴുതിയെങ്കിൽ തരളും. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി വന്ന് കടലാസ് കൊണ്ടുവന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാദാ വസ്തറാ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിൻ അൽ അബ്ദുൽ ഫഖീർ അൽ ലത്തീഫ് അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ളാമിനൻ ലഹു അലാ കറമില്ലാഹി തആല ഖസ്റൻ ഫിൽ ജന്ന തഹഫുഹു അർബഅതു ഹുദൂദിൻ അൽ-അവ്വൽ ഇലാ ജന്നത്തി യദിൻ الثاني ഇലാ ജന്നത്തിൽ മഅവാ الثالث ഇലാ ജന്നത്തിൽ ഖുൽദി الرابع ഇലാ ജന്നത്തിൽ ഫിർദൗസ് ബിജമീഇ ഹൂരിഹി വവിൽദാനിഹി വഫുർസിഹി വസർതിഹി വനാരിഹി വഅസ്കാരിഹി വലബസ്താനിഹി ബിദ്ദുനിയാ വല്ലാഹു ലഹു ശാഹിദു വഖഫീൽ. ഇക്രിമത്തിന്റെ വാചകമാണ്. ബിസ്മില്ലാഹ് എഴുതിയതിനു ശേഷം എഴുതുന്നു, പാവപ്പെട്ട സാധുവായ ഹഖീറായ ഫഖീറായ അടിമയായ അഹ്മദ് ഇബ്നു അബുൽ ഹസൻ റിഫായി ജാമ്യം നിന്നുകൊണ്ട് ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നബിൽ നിന്ന് വാങ്ങുന്നു. അദ്ദേഹത്തിന് കൊടുക്കാതെ പറഞ്ഞ് ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മാളിക കൊടുക്കാമെന്നാ പറയുന്നത്. അതിന് 4 അതിരുകളുണ്ട്. ജന്നത്ത് അതിനുണ്ട്, ജന്നത്തുൽ മഅവയുണ്ട്, ജന്നത്തുൽ ഖുൽദുണ്ട്, ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്. ആ മാളികയിൽ ഹൂറുല്യങ്ങളുണ്ട്. ആ മാളികയില്ലതാ ചെറിയ കുട്ടികളുണ്ട്, ഭാര്യമാരുണ്ട്, വിരിപ്പുകളുണ്ട്, കട്ടിലുകളുണ്ട്, നദികളുണ്ട്. ആ മാളികയുടെ തൊട്ടടുത്ത് നല്ല നല്ല നദികൾ ഒഴുകുന്നുണ്ട്, നല്ല തോട്ടങ്ങളുണ്ട്, മരങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ദുനിയാവിലുള്ള തോട്ടത്തിന് പകരം കൊടുക്കുന്നതാണ്. അല്ലാഹ് ഇതിന് സാക്ഷിയാണ്, അല്ലാഹ് ഇതിന് ജാമ്യക്കാരനാണ്. ഈ കത്തെഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്തു. എഴുതിയ കത്ത് എഴുതിയിട്ട് ചുരുട്ടിയിട്ടങ്ങ് കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കൊടുത്തപ്പോ ഇസ്മായിൽ ശൈഖ് അവറുകൾ ഏറ്റെടുത്തു. അപ്പൊ തന്നെ സ്വത്ത് വിട്ടുകൊടുക്കണ്ടേ? നേരെ തോട്ടത്തിന്റെ സമീപത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടുന്ന് മക്കളിങ്ങനെ കൃഷിക്ക് നനക്കുന്നുണ്ട്. മക്കളെ വിളിച്ചു പറഞ്ഞ് വരും മക്കളെ എല്ലാവരും ഇറങ്ങിക്കോളൂ, തോട്ടം ഞാൻ വിറ്റുപോയി. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞിട്ട് വിറ്റടാ. ഉടനെ തന്നെ മക്കൾ ചോദിക്കുന്നല്ല ബാപ്പ, അങ്ങനെ വിറ്റാ നമ്മൾ സമ്മതിക്കൂല, ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ടാകേണ്ട തോട്ടമാണിത്, ബാപ്പ എന്നെങ്ങനെ വിറ്റത്? ഉടനെ തന്നെ ബാപ്പന്റെ മറുപടി, വെറുതെ വിറ്റതല്ല മക്കളെ, സ്വർഗത്തിൽ മാളിക കിട്ടിയിട്ട് വിറ്റതാ. തന്നത് ചില്ലറക്കാരനല്ല, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി അല്ലാഹ് തെരുവെന്ന് മൂപ്പരേറ്റെടുത്തതാണ്, അങ്ങനെ വിറ്റതാണ്. ഉടനെ തന്നെ മക്കൾ പറഞ്ഞു, എന്നാ ബാപ്പ ഞങ്ങൾക്കും അതിൽ കൂറുകളും. ബാപ്പ കൊടുക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി കൊടുക്കുമ്പോ മക്കൾ തടഞ്ഞു വെക്കുകയല്ല, ഭാര്യ തടഞ്ഞു വെക്കുകയല്ല. കൊടുക്കുന്നവരെ തടയുന്ന ഭാര്യമാരില്ലേ? ഭാര്യ കൊടുക്കുമ്പോൾ തടയുന്ന ഭർത്താക്കന്മാരില്ലേ? മക്കൾ കൊടുക്കുമ്പോൾ തടയുന്ന ബാപ്പാരില്ലേ? ബാപ്പ കൊടുക്കുമ്പോൾ തടയുന്ന മക്കളില്ലേ? മക്കൾ പറയുന്നത് സ്വർഗത്തിലെ അമ്മക്കും കൂറുകളും ബാപ്പ കൊടുക്കുന്ന ഈ വിരോധമില്ല. ആയിക്കോട്ടെ മക്കളെ, നിങ്ങൾക്കും അതിൽ കൂറ് തന്നെ. ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി തോട്ടം ഏൽപ്പിച്ചു കൊടുത്തു. കയ്യിലുള്ള കത്തി എല്ലാവർക്കും മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ഫഹുവലീ വലക്കും വല്ലാഹു അലാ മാ നഖൂലു വകീൽ. അല്ലാഹയാണ് നമ്മൾ പറയുന്നതിൽ മുഴുവനും ഏറ്റെടുക്കുന്നവൻ, നിങ്ങൾക്കും കൂറാണിത്. ഫറമൂ വനസലൂ, എല്ലാവർക്കും തൃപ്തിപ്പെട്ടുപോയി. ഖതീബ് ജമാലുദ്ദീൻ റഹിമഹുല്ലാ തോട്ടം കൈവശത്തിൽപ്പെടുത്തി. അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള തോട്ടമാണ്. മക്കളതായി മഹാനായ ഇസ്മായിൽ ഇബ്നു അബ്ദുൽ മുന്നിൻ റളിയല്ലാഹു അൻഹു മക്കളോട് വസിയ്യത്ത് ചെയ്ത്, ഞാൻ മരിച്ചാൽ അഹ്മദുൽ കബീർ റിഫായി എന്ന എഗ്രിമെന്റിന്റെ കടലാസ് എന്റെ കഫൻ തുണിയിൽ വെച്ചിട്ട് മറവ് ചെയ്യണം കേട്ടോ. മക്കളെ പറഞ്ഞതുപോലെ തന്നെ ബാപ്പ മരണപ്പെട്ടപ്പോ ആ പറഞ്ഞതുപോലെ തന്നെ മറവ് ചെയ്തതിന് ശേഷം അത് മറവ് ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയിൽ ഈ എഗ്രിമെന്റിന്റെ കടലാസം വെച്ചിട്ട് കഫൻ ചെയ്തു. സഹോദരന്മാരെ, അങ്ങനെ കത്ത് കൊടുത്തത് അതിൽ മറവ് കത്തുക, കഫൻ തുണിയിൽ വെച്ച് മറവ് ചെയ്ത് അങ്ങനെ പിറ്റേ ദിവസം പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മിനൽഗദി, പിറ്റേ ദിവസമായപ്പോ ഈ മക്കള് സിയാറത്തിന് വേണ്ടി ബാപ്പന്റെ കബറും പുറത്തുനിന്നുപോയി. ചെന്ന് നോക്കുമ്പോ വജദു അലാ ഖബ്രിഹി മക്തൂബൻ, ആ കബറിന്റെ മുകളിലൊരു എഴുത്ത് കാണുന്നു. എഴുത്തങ്ങനെ തന്നെ കൊണ്ടുവന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ഏൽപ്പിച്ചു. അതാണ് നിങ്ങൾക്ക്
കാണാം. ദുനിയാവിലുള്ള മുതലന്നിന് വേണ്ടാന്ന് ദുഷ്കരമായി 4 സ്വർഗം കൊടുത്തോവർ. 4 സ്വർഗം അതിരി വെച്ചുകൊണ്ട് സ്വർഗത്തിലെ മാളിക കൊടുത്തു. മവാഅദീനിന്നും ഫിർദൗസ് ഖുൽദിന്നും മർഹത്തവർക്കന്ന് ഖുദ്റത്തിൽ വന്നോവർ. മനീദം ഖത്ത് ഖാബിറിൻ പുറത്തിന് മക്കൾ എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. കത്തെടുത്ത് കൊണ്ടുവന്ന് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കയ്യിൽ കൊടുത്തു. അത് പൊളിച്ച് വായിച്ചു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതിലുള്ളത് ഖുർആനിൽ നിന്നൊരായത്താണ്. ആയത്തിന്റെ ഭാഗമാണ്. ആയത്തെന്താണ്? ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. ഖദ് വജദ്നാ മാ വഅദനാ റബ്ബുനാ ഹഖ്ഖാ. നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേണ്ടിക്കൊടുത്താൽ അല്ലാഹ് സ്വർഗം തരുമെന്ന് പറഞ്ഞതല്ലേ. ആ റബ്ബ് അവന്റെ വാഗ്ദത്വം ഹക്കായ നിലക്ക് നിർവഹിച്ചു കഴിഞ്ഞ് എനിക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതറിയിക്കുന്ന കത്താണ്. ആ കത്താണ് എടുത്തുകൊണ്ടുവന്ന് ശൈഖിന്റെ കയ്യിൽ കൊടുത്തത്. മനീദം ഖത്ത് ഖാബിറിൻ പുറത്തിന് മക്കൾ എടുത്ത് വലി കയ്യിൽ കൊടുത്തോവർ. സഹോദരന്മാരെ, ഈമാനുകളും എന്ത് കൊടുക്കുമ്പോഴും ഈമാനുകളും അല്ലാഹ് തരും ദുനിയാവിലും തരും ആഖിറത്തിലും തരും. ഈ ചിന്തയോടെയല്ലാതെ ഒന്നും കൊടുത്തു പോകരുത്. നന്നായി നല്ല നിലക്ക് കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. സഹോദരങ്ങളെ, ആലോചിച്ച് നോക്കുക, എത്ര വ്യക്തമായിട്ടാ പറയുന്നത്, എത്ര ആധികാരികമായിട്ടാ പറയുന്നത്. ഏതോ ഖുർആനിന്റെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞ കാര്യം പോലെയല്ലേ പറയുന്നത്. കത്ത് വരലും ഫാക്സ് വരല്, കത്തയക്കല്, കബറിന്ന് കത്ത് വരല്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ ഈ 21ാം നൂറ്റാണ്ടിലും ഇസ്ലാമിന്റെ പേരിൽ എഴുതി വിട്ടുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ